കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ഗവർണർ. ആരോഗ്യ സർവകലാശാല വിസിക്കാണ് നിർദ്ദേശം നൽകിയത്. മോഹനൻ കുന്നുമ്മൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ കോളേജിൽ സർവകലാശാല അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തും. അതേസമയം പ്രതികളായ അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ ഈ ഒരു കോളേജിലെ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും നിതിന്റെ മരണത്തിൽ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയരുകയാണ്. പ്രത്യേകിച്ച് ഈ കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അധിക്ഷേപ പരാമർശങ്ങളൊക്കെയാണ് നിതിൻ എന്ന് പറയുന്ന ആ BDS വിദ്യാർത്ഥിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഗവർണർ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കോളേജ് മാനേജ്മെന്റിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ VCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമ്മേൽ VC ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഗവർണർ ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതേസമയം നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ സർവകലാശാല ഇക്കാര്യത്തിലൊരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരുന്നു. ഈ അന്വേഷണ സമിതി നാളെ കോളേജിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തി കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഈ കേസിൽ പ്രതികളായ MK റാമും അതുപോലെ തന്നെ സംഗീത, ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഇവരെ ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് ഇരുവരും. ഇവർ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇവരുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് MK റാമിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ നിതിന് പിന്നാലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ MK റാമിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. നിതിന്റെ മരണത്തിന് പിന്നാലെയാണ് ഇന്നലെ പരസ്യ പരാതിയുമായ വിദ്യാർത്ഥികളൊക്കെ രംഗത്ത് വന്നത്. ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ അധിക്ഷേപിക്കുക എന്നുള്ളത്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ MK റാമിന്റെ ഒരു രീതി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ കൊണ്ട് തല്ലിക്കും, അതുപോലെ തന്നെ തിരിച്ചും ചെയ്യിക്കുന്ന ഒരു സമീപനമൊക്കെ ഈ MK റാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് ഇയാൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഈ അധിക്ഷേപ പരാമർശങ്ങളും ഒക്കെ പറയലാണ് നടത്തുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുത്താൽ തോൽപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകും. വിദ്യാർത്ഥികൾ പലതവണ ഈ MK റാമിനെതിരെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ആ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് ഈ കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. അതിനി എപ്പോഴുണ്ടാകുമെന്നാണ് അറിയേണ്ടത്. പിന്നെ ഒന്നുള്ളത്, ഈ വിദ്യാർത്ഥികളുടെ മൊഴി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റാമിനെതിരെ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ ലോൺ ആപ്പ് കേന്ദ്രീകരിച്ച് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് നിതിൻ ജീവൻ ഒടുക്കിയത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസ് വയ്ക്കുന്നത്. മാത്രമല്ല, ഇതിനോട് തുടർന്ന് കോളേജിലുണ്ടായ വിചാരണയും സ്റ്റാഫ് റൂമിലുണ്ടായ വിചാരണയും ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്നതിലേക്ക് നിതിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ കുടുംബം അത് പൂർണ്ണമായും തള്ളുകയാണ്. എങ്ങനെയാ ഒരു ലോൺ ആപ്പ് എന്നുള്ള ആ ഒരു നിലയിൽ ഈ കേസിനെ അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഈ പ്രതികളായ അധ്യാപകരെ സംരക്ഷിക്കാനാണ് നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന കാര്യം. ഏതായാലും പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർവകലാശാല ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. ഏതായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി കോളേജിനെതിരെയും അതുപോലെ തന്നെ ഈ അധ്യാപകർക്കെതിരെയും ഉണ്ടാകും. ശരി, എന്തായാലും അഞ്ചരക്കണ്ടി കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആരോഗ്യ സർവകലാശാല VCക്കാണ് നിർദ്ദേശം നൽകിയത്. മോഹനൻ കുന്നുമ്മൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ കോളേജിൽ സർവകലാശാല അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പും നടത്തും. അതേസമയം പ്രതികളായ അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.